സമയം നമുക്ക് ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയാനായിട്ട് അത് സമയമാണ്. സമയം മാത്രമേ ഒരുപോലെ ലഭിച്ചിട്ടുള്ളൂ, അല്ലെ? നമ്മളെല്ലാവരും എല്ലാത്തിലും വ്യത്യസ്തരാണ്, സ്വഭാവത്തിന് നമ്മുടെ കാര്യങ്ങളിൽ എല്ലാം വ്യത്യസ്തരാണ്. പക്ഷെ സമയം മാത്രം എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചിരിക്കും, അല്ലെ? ആ സമയം നമുക്കിപ്പോ ലോകത്തുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളിനും ഏറ്റവും ലൂസർ ആയിട്ടുള്ള ഒരാളിനും രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്ന സമയം ഒരേ സമയമാണ്. ആകെ 24 മണിക്കൂറിലാണ് നമ്മൾ ഒരു ദിവസം കടന്നു പോകുന്നത്, അല്ലെ? അപ്പോ ആ ഒരു 24 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മളെ സക്സസും നമ്മുടെ ഫെയിലിയറും, അല്ലെ? നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അതായത് നമുക്ക് പറയാം, ഇലോൺ മസ്ക്, അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ്, മാർക്ക് സുക്കർബർഗ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കാര്യം പറയുകയാണെങ്കിൽ തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ന്യൂട്ടൺ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ റൈറ്റ് ബ്രദേഴ്സ് വിമാനം പറത്തി. അവരൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതൊക്കെ അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എത്രയേ ഉള്ളൂ? അവരുടെ സമയം അവർ വേണ്ട രീതിക്ക് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ആ സമയം ഈ കടവരാന്തയിൽ ഇരുന്ന് വീട്ടുകാരുടെ കുറ്റം പറഞ്ഞിരിക്കുന്ന അമ്മാവന്മാർക്കും, കുടുംബശ്രീയിൽ പോയി മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിരിക്കുന്ന അമ്മായിമാർക്കും, അതുപോലെ തന്നെ നമ്മുടെ അന്നുള്ള ചെലവിന് വേണ്ടിയിട്ട് രാപ്പകൽ കഷ്ടപ്പെടുന്ന ആളുകൾക്കും, പിന്നെ സ്വന്തം വിധിയെ പഴിച്ചുകൊണ്ട് എനിക്ക് ജോലിയും ഇല്ല കൂലിയില്ല എന്നുള്ള വീട്ടിൽ കിടന്നുറങ്ങുന്ന ടീംസും എല്ലാവരും കടന്നു പോകുന്നത് ഈ ഒരു സമയത്തിലൂടെയാണ്. ഈ ഒരു സമയക്രമത്തിന് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മൾ കാണുന്ന നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? ഇത്രയും നാളും ജീവിച്ചിട്ട് നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേജിൽ കയറി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ പറ്റി പൊക്കി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഒരു പരാജയമല്ലേ, അല്ലെ? ഒരുപാട് പേര് പത്രത്തിൽ വരുന്നു, ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടാകുന്നു, ഒരുപാട് പേർക്ക് അവാർഡ്സ് കിട്ടുന്നു, ഒരുപാട് പേര് മത്സരങ്ങളിൽ വിജയിക്കുന്നു. ഇതിലൊന്നും നമ്മൾ പോകാത്തത് എന്താണ്? നമുക്ക് എന്താണ് ഒന്നും സാധിക്കാത്തത് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. എന്നും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ജോലി ചെയ്ത് വൈകുന്നേരം വീട്ടിലെത്തി, ഇതൊക്കെയാണ് നമ്മൾ ആ സമയം കൊണ്ട് ചെയ്യുന്നത്, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഈ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി എങ്ങനെയാണ് സമയം തള്ളി നീക്കുന്നത്? മൺഡേ ടു ഫ്രൈഡേ, എത്രയും പെട്ടെന്ന് ഫ്രൈഡേ ആവണം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞായറും തിങ്കളും കളിച്ച് നടക്കുന്നു, തിങ്കളാഴ്ച വീണ്ടും സ്കൂളിൽ പോകുന്നു. അങ്ങനെ ആ റൊട്ടീൻ അങ്ങനെ പോയി സ്കൂൾ കഴിയുന്നു. ഇപ്പോ ഓഫീസിൽ പോയി തുടങ്ങിയാൽ ഏതെങ്കിലും ഒരു ദിവസം അവധി കിട്ടിയാൽ ആ അവധി ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, ആ ദിവസം കഴിയുന്നു, പിന്നെ വീണ്ടും പോകുന്നു, പിന്നീട് അങ്ങോട്ടൊന്നുമില്ല, അല്ലെ? പിന്നെ ജീവിതത്തിൽ നമുക്ക് പറഞ്ഞു നിൽക്കാനായിട്ട് ഒന്നുമില്ല. നേരം വെളുക്കുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, കുട്ടികളെ കാണുന്നു, തിരിച്ചു പോകുന്നു. അത് ആ ഒരു റൊട്ടീനിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്നതിൽ ഒരു 90% ആൾക്കാർക്കും അവരുടെ ഡ്രീം ഒരിക്കലും അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെ? അതൊരു ഫാക്റ്റാണ്, കഴിയുന്നില്ല. ഇപ്പോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തി നിൽക്കും, അല്ലെ? അതായത് എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്നും ഓവർകം ചെയ്ത് നമ്മൾ പുറത്തേക്ക് വരണം. നമ്മളെ ഉറങ്ങാൻ വിടാത്ത എന്താണോ അതാണ് നമ്മുടെ അംബീഷൻ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആ അംബീഷൻ നമ്മളെ ഡ്രീം ആവണം. ആ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യണം. അപ്പോഴാണ് നമ്മളൊരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട്. എങ്ങനെയാണ് നമ്മളൊരു മടി മാറ്റുന്നത്? നമുക്ക് നോക്കാം. വയറ് നന്നായി ചാടിയിട്ടുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ മുതൽ ജിമ്മിൽ പോവാം. ഇന്നു മുതൽ പോകാത്തതെന്ന് നാളെ മുതൽ പോവാം, അല്ലെ? അതുപോലെ തന്നെ നല്ലപോലെ ചോറ് കഴിക്കുന്നുണ്ട്, ഇന്നൂടെ കഴിക്കാം, നാളെ മുതൽ കഴിക്കേണ്ട. എന്താ, ഇന്ന് നിർത്തിയാൽ എന്താണ് പ്രശ്നം, അല്ലെ? അപ്പോ എല്ലാം നാളെ ആക്കി വെക്കുന്നതാണ് നമ്മുടെ ഗോൾ, അതായത് നമ്മളെ അച്ചീവ്മെന്റ്, നമ്മളെ അവാർഡ്, നമ്മളെ ആ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള ദൂരം നാളെ എന്ന് പറഞ്ഞ് കൂടി പോകുന്നു. അത് മാറ്റുക. എപ്പോഴാണോ അത് അപ്പോൾ എന്നുള്ള രീതിയിൽ മാറ്റുക. നമ്മളെ കുട്ടികൾ പിടിവാശി പിടിച്ച് കരയുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ മാതാപിതാക്കൾ പറയും, അയ്യോ പറ്റില്ല, അതെന്താണ്, ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാം എന്ന് കുട്ടിയോട് പറഞ്ഞാൽ കുട്ടി പറയും, എനിക്കിപ്പോ വേണം, അപ്പൊ കരച്ചിലൂടെ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ മാതാപിതാക്കൾ തന്നെ പറയും, ഇപ്പൊ വേണ്ട, നാളെ പുറത്തിറങ്ങുമ്പോൾ വാങ്ങിക്കും, അല്ലെങ്കിൽ മറ്റന്നാൾ വാങ്ങിക്കും, അല്ലെങ്കിൽ ഈ വീക്കെൻഡിൽ വാങ്ങിക്കും, അല്ലെ? അപ്പോ നമ്മൾ പേരൻസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ പേരൻസ് തന്നെയാണ് കുട്ടികളെ മൈൻഡിൽ ഒരു സെറ്റ് ഉണ്ടാക്കി, അതായത് ഒരു ഇതുണ്ടാക്കി വെച്ചിരുന്നത്, ഇതിപ്പോഴല്ല പിന്നീട് എന്നുള്ള രീതിയിലേക്ക് മാറ്റി കൊണ്ടുപോകുന്നു. അപ്പോൾ അത് വളർന്നു വരുമ്പോഴും ഇവരുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കും.
അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഒന്നിനും ഒരു ആക്റ്റീവായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയാത്തത്. ഈ പറയുന്നതൊന്നും ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും വിഷമിപ്പിക്കാനോ ഒന്നുമല്ല. കാരണം അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്ന രീതികൾ അങ്ങനെയാണ്, അല്ലെ? പക്ഷെ ആ രീതിയിൽ നിന്നൊക്കെ മാറ്റം വേണമെങ്കിൽ അത് നമുക്ക് മൈൻഡ് കൊണ്ട് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ്, അല്ലെ? നമുക്ക് മാറ്റം വേണമെന്ന് നമ്മുടെ മൈൻഡിൽ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാം, അല്ലെ? അത് എത്രയോ എത്രയോ ആളുകൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒന്നും വേണ്ട. നമ്മൾ ചിന്തിക്കുക, ഈ ഒരു വിമാനം പറക്കുന്നു, താഴെയും തട്ടുന്നില്ല മുകളിലും തട്ടുന്നില്ല, അല്ലെ? ആകാശത്തൂടെ പറന്നു പോവുകയാണ് വിമാനം. അതും മനുഷ്യരാണ് വിമാനം പറത്തുന്നത്. അതാലോചിക്കുക. നമ്മളെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാം നടക്കും, അല്ലെ? ആദ്യം നമുക്കൊരു ഡ്രീം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു സിനിമാ നടനാകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോകം അറിയപ്പെടുന്ന ഒരു ഒരു സ്പോർട്സ് പ്ലെയർ ആകണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യം ഗോൾസ് ചെയ്യാം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ കോർട്ടാക്കി മാറ്റുക. ആ സ്ക്വയർ രൂപത്തിൽ കിടക്കുന്ന ആ ഒരു ഫുട്ബോൾ കോർട്ടിൽ നമ്മൾ ബോൾ വെച്ചിട്ട് അടിക്കുക. ഓക്കെ, ഡയറക്റ്റ് അടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗോളി ഇല്ലാത്ത ഗോൾ പോസ്റ്റിലേക്ക് അടിക്കാനല്ല. അവിടെ എല്ലാം ഉണ്ടാവും. ഗോളി ഉണ്ടാകും, എതിർ ടീം ഉണ്ടാവും, ഡിഫെൻഡ് ചെയ്യാൻ ആളുണ്ടാവും. ഓക്കെ, മാത്രമല്ല നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമുക്ക് എങ്ങനെ ആ ഗോൾ അടിക്കാൻ കഴിയും? ഒരുപാട് പേര് എതിർക്കും. നമ്മളൊരു പുതിയൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് എതിർക്കും. സമൂഹത്തിൽ ഒരുപാട് വെല്ലുവിളികളുണ്ടാവും. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യരുത്. നമ്മളെ ലക്ഷ്യം എന്താണ്? ആ ഗോൾ പോസ്റ്റ്, അതിലേക്ക് ഗോൾ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പോവുക, കറക്റ്റ് ടൈം ആകുമ്പോൾ ഷൂട്ട് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു തത്വം നമ്മൾ മനസ്സിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുൾ ആണ്. ഇനിയിപ്പോ അഥവാ സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിച്ചാണ്, അല്ലെ? അപ്പൊ നിങ്ങളെ മൈൻഡില് യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ. ഓക്കെ.